എടാ ജയകൃഷ്ണ, നീ എന്നെ പണി കാണിക്കുന്നേ? അവരാണ് എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക. അല്ല, ഞാൻ നോക്കുന്നുണ്ട്, നമുക്ക് ശരിയാക്കാം. നാളെ എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. നീ 24-ാം തീയതി തിരിച്ചു വരില്ലേ? ഓ, അപ്പൊ കൊണ്ടുവിടാൻ വരില്ല എന്നർത്ഥം. നീ വണ്ടി കയറി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. കുഴപ്പമില്ല, ശരിയാക്കിയേക്കാം. പിന്നെ ഗ്രില്ല് കണ്ടോ? അതിൻ്റെ അവിടെ കുറച്ച് തുരുമ്പോ. ഈ ഫ്രണ്ട് ചാട്ടുണ്ടോ? ഷോപ്പെന്നോ? ഇവിടെ ഇന്നത്തേക്ക് 20-ാം തീയതിയായി. എന്നാൽ കാശിൻ്റെ കാര്യത്തിൽ ഇതൊരു തീരുമാനമായിട്ടില്ല. ഈ സമയത്തും നീ എന്താണ് ഇങ്ങനെ? മര്യാദയ്ക്ക് അന്നേ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇപ്പം ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരത്തില്ലായിരുന്നല്ലോ. എടുത്ത് വാങ്ങുന്നേക്കാൾ ഇപ്പോഴത്തെ ആവശ്യം എങ്ങനെയെങ്കിലും അവർക്ക് കല്യാണത്തിലുള്ള കാശ് എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്ക് മാത്രം കേട്ടിട്ടില്ല ഒരു കല്യാണം തന്നെ ഉറപ്പിച്ചത്. അതിന് വാക്ക് കൊടുത്ത് ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. ഇപ്പം അയാളെന്തേ ആ വർക്കി? അയാളെയാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്നില്ല. ചന്ദ്രേട്ടാ, വർക്കിച്ചാൻ വന്നില്ലായിരുന്നോ? രാവിലെ വന്നുള്ള കാശ് എടുത്തോണ്ട് എങ്ങോട്ടോ പോയി. ആർക്കറിയാം എങ്ങോട്ടോ പോയെന്ന്. അതെ, നമ്മുടെ വർക്കിച്ചാൻ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇന്ന് വന്നിട്ടില്ല. ആ ചേച്ചി. ആ ജയേഷ്ണ, ഇച്ചായന് ജയേഷ്ണോട് സംസാരിക്കണം. ഫോൺ കൊടുക്കട്ടെ? ആ ചേച്ചി, ഫോൺ കൊടുക്കാം. ആ ഇച്ചായിന്ന. ജയകൃഷ്ണ, പയ്യൻ്റെ വീട്ടുകാരോട് പറഞ്ഞതുപോലെ തന്നെ പാലിക്കണം. നമ്മുടെ കൊച്ച് നാളെ അവിടെ ജീവിക്കാനുള്ളതാ. നിങ്ങളെ വിശ്വസിച്ച ഞാൻ എല്ലാം തീരുമാനിച്ചത്. ഇച്ചാൻ പേടിക്കണ്ട, എല്ലാം ഭംഗിയായി നടക്കും. ശരി, ഞാൻ പിന്നെ വിളിക്കാം. മോനെ ഷാരൂഖ്, എത്ര കാലം ഇങ്ങനെ മലയാളികളുടെ അടിമയായിട്ട് ജീവിക്കും? നമുക്ക് ടൗണിലൊരു സ്പാ തുടങ്ങിയാലോ? ഫണ്ട്സ് എത്രയെന്ന് വെച്ചാൽ ഞാൻ മുടക്കിക്കോളാം. നിനക്ക് പണിയറിയാലോ. നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ഡീൽ ചെയ്യാം. വേണ്ട സേട്ടാ, ഞാൻ ഇങ്ങനെ കഞ്ചി കുടിച്ച് പൊക്കോളാം സേട്ടാ. തെണ്ടിത്തരം നിങ്ങളുടെ കൂടെ പുറപ്പാണ് എനിക്കറിയാം. എന്നാലും ഈ സമയത്ത് ഇത് വേണ്ടായിരുന്നു. നിങ്ങളിവിടെ മോന്ന പിടിപ്പിച്ചോണ്ടിരുന്നു. ഇനിയെല്ലാം എൻ്റെ തലയിലായല്ലോ. ഉടായിപ്പാണല്ലേ? എടാ നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? അല്ല, കാര്യം മനസ്സിലായി. എന്തായാലും എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ. എടാ, ഞാൻ നിന്നെ നാളെ ഒന്ന് വിളിക്കട്ടെ? ഞാൻ ജയകൃഷ്ണ, എന്തായി? എന്താ എടാ, റെഡി ക്യാഷ് ഒറ്റയടിക്ക് തരുന്ന ഒരാളെ കിട്ടിയാലേ നിന്റെ പ്രശ്നത്തിന് ഞാൻ നോക്കിയിട്ടൊരു പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ മാത്രം തരയിലായില്ലേ? എടാ, ഞാനിപ്പോൾ നിങ്ങളൊന്നും മിണ്ടണ്ട. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഫോണിൽ നിന്ന് വിളിച്ച് ഇനി പൈസ ചോദിക്കാൻ വേറെ ആളില്ല. ഇതിനേക്കാളും കൂടുതൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എടാ, ഞങ്ങളൊരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തർക്കിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്ന അത്ര നിസ്സാര പ്രശ്നമല്ലത്. നമ്മളിപ്പോൾ അവർക്ക് എത്ര കൊടുത്തിട്ടുണ്ട്? നമ്മൾ ആദ്യം ഒരു 1, പിന്നെ 4, എല്ലാം കൂടി ഒരു 5 രൂപ കൊടുത്തിട്ടുണ്ട്. 5 കൊടുത്തിട്ടുണ്ട്. 5 കൊടുത്തു. ബാക്കി 25 കൊടുക്കാനുണ്ട്. ഇത്രയും കാശ് ഭാര്യ തരാനാ? അല്ലെങ്കിൽ പിന്നെ വല്ല ആധാരം മറ്റോ പണയം വെക്കേണ്ടി വരും. അല്ലെ പിന്നെ ഒരാളുണ്ട്, ഏതാ സിമെന്റ് കച്ചവടം നടത്തുന്ന അഷ്റഫ് ഹാജിയാർ. ഹാജിയാർക്കാകുമ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ള തുക കുറച്ച് കൂടുതലായതുകൊണ്ട്
നിന്റെ വീടിന്റെ ആധാരം പുള്ളിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മളേതായാലും ബാങ്കിൽ പണയം വയ്ക്കായിരുന്നതാണല്ലോ. ബാങ്ക് ലോൺ പോലെയാണോ വല്ലവനും തീരാധാരം എഴുതി കൊടുക്കുന്നത്? കൈവിട്ട കളിയാ. കൈവിട്ട കളിയാ, എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കാശ് ഒപ്പിക്കാൻ വേറെ വഴിയുമില്ല, നമുക്കൊട്ട് സമയവുമില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നാളെ നിങ്ങളെ കൊണ്ട് ഹാജിയാരെ പരിചയപ്പെടുത്തി തരാം. ബാക്കിയെല്ലാം നിന്റെ മെടുക്കുമല്ലോ. ഹാജിയാരെ വിചാരിച്ചാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ നടക്കും. എടാ ജയകൃഷ്ണ, ആലോചിക്കാനൊന്നുമില്ല. 2-3 മാസം കൊണ്ട് മുതലും പലിശ എല്ലാം കൂടെ ചേർത്ത് തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആ, പിന്നെ ലോൺ എടുക്കാൻ നമ്മൾ എന്തായാലും തീരുമാനിച്ചായിരുന്നല്ലോ. പോയി നോക്കാം.